അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ 17-ാം അധ്യായത്തിൽ 30-31 വചനത്തിൽ പറയുന്നു, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തിട്ടില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവനും നീതിയോടെ വിധിക്കുവാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് അതിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനമാണ്. ആദ്യം കേട്ടത്, നമ്മൾ അജ്ഞരായി ജീവിച്ച ഒരു കാലഘട്ടമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഈ വചനങ്ങളൊക്കെ കേൾക്കുന്നതിന് മുമ്പേ അജ്ഞതയുടെ ഒരു കാലഘട്ടമായിരുന്നു കാണും. എന്നാൽ ഇപ്പം ദൈവം പറയുകയാണ്, അജ്ഞതയുടെ കാലഘട്ടത്തെ, ഇന്നലെ വരെയുള്ള നിങ്ങളുടെ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം മറന്നിരിക്കുന്നു. അത്രയും സ്നേഹമുള്ള ദൈവമാണ്. ദൈവം മറന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പറയുന്നു, ഇന്ന് നിങ്ങൾക്ക് അജ്ഞതയില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇറ്റ് ഈസ് എ കമാൻഡ്. ഇന്ന് നിനക്ക് അജ്ഞതയില്ല. അജ്ഞത നമ്മളെ നശിപ്പിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വചനത്തിലൂടെ. എന്നാൽ ആ അജ്ഞതയുടെ കാലഘട്ടത്തെ ഇന്ന് ദൈവം മറക്കാൻ കാര്യം, നിങ്ങൾ ദൈവത്തിൻ്റെ സത്യവചനം കേട്ടു. നിങ്ങളുടെ അജ്ഞത ദൈവം മാറ്റിയിട്ടുണ്ട്. പിന്നെ മനഃപൂർവ്വം ഹൃദയങ്ങൾ തുറക്കാതെ, ഹൃദയങ്ങൾ കഠിനമായിട്ട് നിങ്ങൾ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ആചാരവും അനുഷ്ഠാനവും പാരമ്പര്യമെങ്കിൽ അത് നിങ്ങളും ദൈവവും തമ്മിൽ തീർക്കേണ്ട കാര്യമാണ്. വചനം പറയുന്നു, അജ്ഞതയുടെ കാലഘട്ടം ദൈവം മറന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും, എല്ലായിടത്തുമുള്ള എല്ലാവരും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. കാരണം ഒരു മനുഷ്യൻ വഴി, യേശുവാകുന്ന ഒരു മനുഷ്യൻ വഴി അവൻ നീതി നടപ്പാക്കാൻ പോവുകയാണ്. അത് അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പശ്ചാത്തപത്തെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. 1 തിമോത്തിയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യം അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആരെയും ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ആദവും ഹവ്വായും ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ തന്നെ അവർ ശിക്ഷയിലാണ്, അവർ ശാപത്തിലാണ്, അവർ നിത്യമായ മരണത്തിലാണ്. ആ നിത്യമായി മരിച്ച, നിത്യമായി ശപിക്കപ്പെട്ട, നിത്യമായ മരണത്തിലേക്ക് പോയ, നിത്യമായ നാശത്തിലേക്ക് പോയ ആ മാതാപിതാക്കന്മാരുടെ മക്കളാണ് ഞാനും നിങ്ങളും എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മളുടെ ശാരീരികമായ ജനനത്തിലൂടെ നമ്മൾ മരിച്ചവരാണ്. അതായത് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയവരാണ്, നരകത്തിലേക്ക് പോകുന്നവരാണ്, ശപിക്കപ്പെട്ടവരാണ്, ഒരിക്കലും രക്ഷയില്ലാത്തവരാണ്. ഈ അവസ്ഥയിൽ ഞാനോ നിങ്ങളോ കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്നും എല്ലാവരും സത്യം അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതുകൊണ്ടാണ് ഈ സത്യത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് യഥാർത്ഥമായ ആത്മീയ കാഴ്ചപ്പാട് തരികയാണ്. ഇപ്രകാരം ഉള്ളതുകൊണ്ടാണ് ആദ്യം നമ്മൾ കേട്ട വചനം അപ്പസ്തോലന്മാരുടെ 17-ാം അധ്യായത്തിൽ കേട്ടു, അജ്ഞതയുടെ കാലഘട്ടം ദൈവം മറന്നിരിക്കുന്നു, അത് കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലാവരും, എല്ലായിടത്തുമുള്ള എല്ലാവരും ഇപ്പോൾ പശ്ചാത്തപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. This is the will of God for you today, your sanctification. കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു, സാങ്ക്ടിഫിക്കേഷൻ. നിങ്ങളെ ആരാകാൻ വേണ്ടി സൃഷ്ടിച്ചുവോ, നിങ്ങളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവത്തിൻ്റെ അധികാരം ശക്തിയും ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് അത് എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ആത്മീയ യുദ്ധമുണ്ടെന്നും
ആത്മീയ യുദ്ധത്തിൽ ആരോടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പിശാചുക്കളോടുള്ള യുദ്ധത്തിൽ ദൈവവചനമാണെന്ന വാളെടുത്ത് ഉപയോഗിക്കുവാനും സ്തുതിപ്പിൻ്റെതായ ആ ആയുധമെടുത്ത് ഉപയോഗിക്കുവാനും, അങ്ങനെ ദൈവമക്കളുടെ പദവിയിൽ യേശു നമുക്ക് 2000 വർഷം മുമ്പ് കാൽവരി മലയിൽ നേടിത്തന്ന ആ രക്ഷ സ്വന്തമാക്കിക്കൊണ്ട് നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളും ഒക്കെ രക്ഷയിലേക്ക് വരാൻ വേണ്ടി ആണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരണം. നിങ്ങളെ ദൈവത്തിൽ നിന്നും, ആദത്തിലൂടെ ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്നും മരണത്തിലേക്ക് പോയി. ഇപ്പൊ ആ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും, നിത്യമായ ആ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും, നിത്യമായ ആ ശാപത്തിന്റെ അവസ്ഥയിൽ നിന്നും, നിത്യമായ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിച്ച് വീണ്ടും യേശുവിലേക്ക്, ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് വിശുദ്ധീകരണം. അതിനൊരു മാനസാന്തരം ഉണ്ടാകണം. അതിനുവേണ്ടി ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നിങ്ങൾ സമയം പോലെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ടെലിവിഷനിലൂടെ ആയതുകൊണ്ട് നമുക്ക് സമയമില്ല വായിച്ച് കേൾപ്പിക്കാൻ. ധൂർത്ത് പുത്രന്റെ ഉപമ അറിയാം, നിങ്ങൾ വായിച്ചു നോക്കുക. ആ ധൂർത്ത് പുത്രൻ എന്താണ് ചെയ്തത്? അവനവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ സുഖങ്ങളും, സന്തോഷങ്ങളും എല്ലാം അനുഭവിച്ച് ധനവാനായ ഒരു പിതാവിൻ്റെ മകനായിട്ട് അവിടെ അന്തസ്സോടെ ജീവിക്കേണ്ടവൻ അവൻ്റെ ഭാഗമെടുത്ത് പിതാവിൽ നിന്നും അവൻ അകന്നുപോയി. അവൻ അങ്ങ് ദൂര സ്ഥലത്ത് പോയി. എന്നിട്ട് എന്തെടുത്തു? അവൻ അതെല്ലാം ദൂർത്തടിച്ചു. അത് പാപകരമായ ജീവിതത്തിലേക്ക് ചെന്നിട്ട് അത് മുഴുവൻ ദൂർത്തടിച്ച്, മുഴുവൻ നശിച്ച്, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ, അവന് ആഹാരം പോലും കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയിൽ പന്നികളെ മേയിക്കാനായിട്ട് അവനെ നിയോഗിച്ചു. അവൻ ആഗ്രഹിച്ചു ആ പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം എങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അതുപോലെ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ലൂക്ക 15-17 പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നു, അവന് സുബോധമുണ്ടായി. അത് വലിയ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാക്കാണ്. അവന് സുബോധമുണ്ടായി. അപ്പൊ അതുവരെ അവന് സുബോധമില്ലായിരുന്നു. എന്താണ് അവന് സുബോധമില്ലായിരുന്നത്? അവൻ ആ പന്നികളെ മേയ്ക്കുമ്പോൾ അവൻ അറിയുന്നില്ല അവൻ ആരാണ്. അവന് ധനവാനായ ഒരു പിതാവുണ്ട്. ഒരു പിതാവ്, ധനവാനായ ഒരു പിതാവിൻ്റെ മകനാണ്. അവൻ്റെ ഭവനത്തിൽ അവന് സുഭിക്ഷമായിട്ട് കഴിയാനുള്ളതെല്ലാം ഉണ്ട്. അവിടെ സുഖമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ സന്തോഷവുമുണ്ട്, എല്ലാ കൂട്ടായ്മയുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ ഐശ്വര്യമുണ്ട്, എല്ലാമുണ്ട്. അതെല്ലാം അവനിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുക. അവൻ ഇവിടെ കിടന്ന് ദാരിദ്ര്യം അനുഭവിക്കുക. ഭക്ഷണം പന്നിക്കൊടുക്കുന്നത് പോലും കഴിക്കാൻ സാധിക്കാത്ത വിധത്തിൽ. പക്ഷേ ദൈവകൃപയാൽ അവന് സുബോധമുണ്ടായി. ആ സുബോധമുണ്ടായപ്പോൾ അവന് മനസ്സിലായി അവൻ ആരാണ്. അതുകൊണ്ട് ആ സുബോധമുണ്ടായപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ അവിടുന്ന് എഴുന്നേറ്റു. അല്ലാതെ സുബോധമുണ്ടായിട്ട് അവിടെ ഇരുന്നില്ല. വചനം കേട്ടിട്ട്, കഴിഞ്ഞ 61 എപ്പിസോഡുകളിലൂടെ ഈ വചനം കേട്ടിട്ട് സുബോധമുണ്ടാകേണ്ട സമയമായി. സുബോധമുണ്ടായെങ്കിൽ അവിടെ ഇരിക്കുകയല്ല. ആ മകൻ ധൂർത്ത് പുത്രൻ ചെയ്തതുപോലെ സുബോധമുണ്ടായപ്പോൾ അവൻ അവിടുന്ന് എഴുന്നേറ്റ് അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ നടക്കാൻ തുടങ്ങി. അവൻ അവിടുന്ന് ഓരോ സ്റ്റെപ്പ് എടുത്ത് നടക്കുകയാണ്. അല്ലാതെ അവൻ അവിടെ നിൽക്കുകയല്ല. ഒരു കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആണ് ക്രിസ്തീയ ജീവിതം. ഒരു കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആണ്, നിരന്തരമായ ഒരു യാത്രയാണ്, ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. അതുകൊണ്ടാണ് വെളിപാടെല്ലാം കൂടെ ഒറ്റ ദിവസം കിട്ടത്തില്ല. നീ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ വെളിപാട് വന്നുകൊണ്ടിരിക്കും. വെളിപാടിൽ നിന്നും വെളിപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ ഒരു മനുഷ്യനും എന്നും ഒരുപോലെ ഇരിക്കാൻ പറ്റത്തില്ല. അത് ക്രിസ്ത്യാനിയുടെ ജീവിതമല്ല. നമ്മൾ കർത്താവിലേക്ക് ആ വചനമനുസരിച്ച് നടക്കുന്തോറും ഫ്രം റെവലേഷൻ ടു റെവലേഷൻ ടു റെവലേഷൻ ടു റെവലേഷൻ ദൈവം തന്നെ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.